Okay, in this video, I am going to discuss about top-down parsing method, predictive parsing in top-down parsing. Okay. അപ്പോൾ ഈ predictive parsing ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മെത്തേഡ്. predictive parsing ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാമർ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം ഈ ഗ്രാമർ. അപ്പൊ ഇ ഡിറൈസ് ഇ പ്ലസ് ടി ഓർ ടി, ടി ഡിറൈസ് ടി സ്റ്റാർ എഫ് ഓർ എഫ്, എഫ് ഡിറൈസ് ഇ ഓർ ഐ ഡി. ഈ ഗ്രാമറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇ ആണ്, ഇവിടെ ഇ ആണ്, ലെഫ്റ്റ് റിക്കേഷൻ ഉണ്ട്. ടി ഡിറൈസ് ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് റിക്കേഷൻ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്യണം. അതായത് നമുക്ക് എ ഡിറൈസ് എ ആൽഫ ഓർ ബീറ്റ ഫോർമാറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്ത ഗ്രാമർ, ഈ ടേബിളിലെ ഈ ഫസ്റ്റ് കോളം. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിക്കുന്നത് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോളോ എന്ന് പറയുന്നത് എപ്പോഴും അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോളോ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോളോ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഗ്രാമർ ഉണ്ട്, ഗ്രാമറിനെ ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്തു. ദെൻ വി ഹാവ് ഫൈൻഡ് ഫസ്റ്റ് ആൻഡ് ഫോളോ ഓഫ് ദ ഗ്രാമർ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ടു ക്രിയേറ്റ് ദ പാഴ്സിംഗ് ടേബിൾ, അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതില് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഈ 1 2 3 4 5 നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ടേബിളിന്റെ റോ എന്ന് പറയുന്നത് ഇതിലത്തെ ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്ത ഗ്രാമറിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. ഇപ്പൊ ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്ത ഗ്രാമറിൽ ഇ ഡാഷ് ടി ടി ഡാഷ് എഫ് ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ റോ ആയിട്ട് എഴുതാം. നോട്ടിലുണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇനി കോളം എഴുതുന്നത് നമ്മളുടെ ഗ്രാമറിലുള്ള സിമ്പിൾസ്, അതായത് ടെർമിനൽസ് ആണ്. അപ്പൊ അതിൽ പ്ലസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഓപ്പൺ പരാന്തസിസ് ഉണ്ട്, ക്ലോസിംഗ് പരാന്തസിസ് ഉണ്ട്, ഐ ഡി ഉണ്ട്. അപ്പൊ ഇതെല്ലാം എഴുതാം. പ്ലസ്, സ്റ്റാർ, ക്ലോസിംഗ് പരാന്തസിസ്, ഓപ്പൺ പരാന്തസിസ്, ഐ ഡി, ഇൻക്ലൂഡിംഗ് ഡോളർ, ഒരു ഡോളർ സൈനും കൂടി എക്സ്ട്രാ എഴുതണം. അപ്പൊ ഇതാണ് നമ്മുടെ ടേബിളിന്റെ റോ ആൻഡ് കോളം. റോ എന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്ത ഗ്രാമറിലുള്ള വേരിയബിൾസ് ഇ ഡാഷ് ടി ടി ഡാഷ് എഫ്. കോളം എന്ന് പറയുന്നത് ഇതിലത്തെ ടെർമിനൽസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് ഇ എന്ന് പറയുന്ന ഗ്രാമർ എടുത്തു. അപ്പൊ ഈ ഗ്രാമറിൽ നമുക്ക് ഇ എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് എടുക്കാം. എപ്പോഴും ഫസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടേബിൾ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്റെ ഫസ്റ്റിൽ ആരൊക്കെയാണ് കിടക്കുന്നത്? ഓപ്പൺ പരാന്തസിസും ഉണ്ട്, ഐ ഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ പരാന്തസിസ് ഐ ഡിയും കിട്ടാൻ കാരണം എന്താ? ഇന്റെ ഫസ്റ്റിൽ ടി ഉണ്ടായിരുന്നു, ടിന്റെ ഫസ്റ്റിൽ എഫ് ഉണ്ടായിരുന്നു, എഫിന്റെ ഫസ്റ്റിലാണ് ഓപ്പൺ പരാന്തസിസ് ഐ ഡിയും വരുന്നത്. അപ്പോ ഈ ഡിറൈസ് ടി ഇ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ഓപ്പൺ പരാന്തസിസ് ഐ ഡി വന്നത് അല്ലെ? അപ്പൊ ഈ ഓപ്പൺ പരാന്തസിസ് എന്ന് പറയുന്ന കോളത്തിലും ഐ ഡി എന്ന് പറയുന്ന കോളത്തിലും ഈ ഒരു ഗ്രാമർ ഇതാ, ഇ ഡിറൈസ് ടി ഇ ഡാഷ്, ഇ ഡിറൈസ് ടി ഇ ഡാഷ് എന്ന് പറയുന്ന ഗ്രാമർ ഇതാ. ഇത് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാം കേട്ടോ. ഈ ഡിറൈസ് ടി ഇ ഡാഷ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റിലെ ഓപ്പൺ പരാന്തസിസ് ഐ ഡി കിട്ടിയത്. അപ്പൊ ഐ ഡിയുടെ താഴെ നമ്മൾ എന്ത് എഴുതണം? ഇ ഡിറൈസ് ടി ഇ ഡാഷ് എന്ന് എഴുതണം. ഓപ്പൺ പരാന്തസിന്റെ താഴെയും ഇ ഡിറൈസ് ടി ഇ ഡാഷ് എന്ന് എഴുതണം. ഓക്കെ, അടുത്തത് ഇ ഡാഷ് എന്ന് പറയുന്ന കോളം എടുത്തു. ഇ ഡാഷ് എന്ന് പറയുന്ന റോ എടുത്തു. ഇ ഡാഷ് എന്ന് പറയുന്ന റോ എടുത്തു. അപ്പൊ അതിൽ ഫസ്റ്റിൽ ആർക്ക് വരുന്നത്? പ്ലസും വരുന്നുണ്ട്, എപ്സിലണും വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പ്ലസ് എടുക്കാം. പ്ലസ് എടുക്കുമ്പോൾ പ്ലസിന്റെ താഴെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ നോക്കിക്കേ, രണ്ട് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ടി ഇ ഡാഷും, സെക്കൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്സിലൺ ആണ്. അപ്പൊ നമുക്ക് പ്ലസ് ഫസ്റ്റിൽ വരാൻ കാരണം ശരിക്കും ആരാണ്? ഈ പ്രൊഡക്ഷൻ മാത്രമാണ്. അതായത് പ്ലസ് ടി ഇ ഡാഷ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മൾ പ്ലസിന്റെ താഴെ എന്ത് മാത്രം എഴുതിയാൽ മതി? ഇ ഡാഷ് ഡിറൈസ് പ്ലസ് ടി ഇ ഡാഷ് മാത്രം എഴുതിയാൽ മതി, എപ്സിലൺ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റില് ഇ ഡാഷിന്റെ ഫസ്റ്റില് പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്ലസ് എന്ന് പറയുന്ന കോളത്തിന്റെ താഴെ ആ പ്ലസ് കിട്ടിയ പ്രൊഡക്ഷൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എപ്സിലൺ ഉണ്ട്, പക്ഷെ എപ്സിലൺ എന്ന് പറയുന്ന ഒരു കോളം നമുക്കില്ല. അപ്പൊ എപ്സിലൺ വന്നു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റില് എപ്സിലൺ വന്നാൽ നമ്മൾ എവിടെ പോകണം? ഫോളോയില് പോകണം. നന്നായി ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഫോളോയില് പോകണം. ഇനി ആരുടെ ഫോളോ എടുക്കണം? ഇ ഡാഷിന്റെ ഫോളോ എടുക്കണം. അപ്പൊ ഇ ഡാഷിന്റെ ഫോളോയിൽ ആരൊക്കെയാണ് കിടക്കുന്നത്? ഡോളറും ക്ലോസിംഗ് പരാന്തസിസും. അപ്പൊ ഫോളോയിൽ എല്ലാത്തിലും നമ്മൾ എന്ത് എഴുതണം എന്ന് വെച്ചാൽ, ഈ എപ്സിലൺ കിട്ടിയതുകൊണ്ടാണല്ലോ നമ്മൾ ഫോളോയിൽ പോയത്. എപ്സിലൺ കിട്ടാൻ ഏത് പ്രൊഡക്ഷൻ ആണ് കാരണം? ഇ ഡാഷ് ഡിറൈസ് എപ്സിലൺ. അപ്പൊ ഇ ഡാഷ് ഡിറൈസ് എപ്സിലൺ എന്ന് പറയുന്നത് ഈ ഫോളോയിൽ എല്ലാത്തിലും എഴുതാം. ഫോളോയിൽ ആരൊക്കെയുള്ളത്? ഡോളറും ക്ലോസിംഗ് പരാന്തസിസ്. അപ്പൊ ക്ലോസിംഗ് പരാന്തസിന്റെ താഴെ ഇ ഡാഷ് ഡിറൈസ് എപ്സിലൺ, ഡോളറിന്റെ താഴെ ഇ ഡാഷ് ഡിറൈസ് എപ്സിലൺ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എടുത്തു ടി. ടിന്റെ ഫസ്റ്റില് ഓപ്പൺ പരാന്തസിസും ഐ ഡി ആണ്. ഓപ്പൺ പരാന്തസിസും ഐ ഡിയും കിട്ടാൻ കാരണം നമുക്ക് ആകെ ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ, എഫ് ടി ഡാഷ്. അതങ്ങനെ ഓപ്പൺ പരാന്തസിന്റെയും ഐ ഡിയുടെയും താഴെ കൊണ്ട് എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കി ടി ഡാഷ്. ടി ഡാഷിൽ വീണ്ടും നമുക്ക് എപ്സിലൺ വരുന്നുണ്ട്. അപ്പൊ സ്റ്റാർ ഉണ്ട്, എപ്സിലൺ ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റാർ എടുക്കാം. സ്റ്റാർ കിട്ടാൻ കാരണം ഏത് പ്രൊഡക്ഷനാ? ഇയാൾ മാത്രമാണ്, സ്റ്റാർ എഫ് ടി ഡാഷ് മാത്രമാണ്. അപ്പോൾ ടി ഡാഷ് ഡിറൈസ് സ്റ്റാർ എഫ് ടി ഡാഷ് മാത്രം എന്തിന്റെ താഴെ എഴുതാം? സ്റ്റാറിന്റെ താഴെ എഴുതാം. ഓക്കെ, അതായത് സ്റ്റാർ ഫസ്റ്റിലുള്ളതുകൊണ്ട് ഫസ്റ്റിന്റെ താഴെ എഴുതാം.
ഓക്കെ. ഇനി എപ്സിലൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത് ഫോളോയിൽ പോകണം. അപ്പൊ ഫോളോയിൽ 3 ആൾക്കാരുണ്ട്, പ്ലസ് ഉണ്ട്, ഡോളർ ഉണ്ട്, ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. അപ്പൊ പ്ലസ് എന്ന് പറയുന്ന കോളത്തിലും ക്ലോസിംഗ് പാരാന്തസിസ് എന്ന് പറയുന്ന കോളത്തിലും ഡോളർ എന്ന് പറയുന്ന കോളത്തിലും നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്ഷൻ ടി ഡാഷ് ഡി റൈസ് എപ്സിലൺ എപ്സിലൺ കാരണമല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്, അപ്പൊ ആ പ്രൊഡക്ഷൻ എഴുതാം. ഓക്കെ. ഇതേപോലെയാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോളോ എന്ന് പറഞ്ഞിട്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ഇനി വൺസ് ഈ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറയുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഡൗട്ട് ഉള്ളവർ ഇതൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാം. വൺസ് ഈ ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാഴ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ പാഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റനിൽ ഒരു എന്ത് തന്നിട്ടുണ്ടാവും, ഒരു ഇൻപുട്ട് സ്ട്രിങ് തന്നിട്ടുണ്ടാവും, ഡബ്ല്യു ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന സ്ട്രിങ്ങിനെ ഈ ഒരു ഗ്രാമർ വെച്ച് നമുക്ക് പാഴ്സ് ചെയ്യാൻ പറ്റുമോ, ഐ മീൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ അതിൽ സിന്റാക്സ് എറർ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ പാഴ്സിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാക്ക് വേണം, ഇൻപുട്ട് ബഫർ വേണം, ആക്ഷൻ വേണം. ഓക്കെ. അപ്പൊ ഇൻപുട്ട് ബഫറിനകത്താണ് നമ്മുടെ ഇൻപുട്ട് ഈ തന്നിരിക്കുന്ന ഡബ്ല്യു അങ്ങനെ എഴുതുക, ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി, എൻഡിൽ നമ്മളൊരു ഡോളറും കൂടി കൊടുക്കുക. ഓക്കെ. ഇനി സ്റ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എം ടി ആണ് ഡോളർ എന്ന് എഴുതാം. ഇനി ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോളർ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഡോളർ ഉണ്ട്, ഇവിടെ ഐ ഡി ഉണ്ട്. അപ്പൊ ഡോളർ എന്ന് പറയുന്ന ഇതില് ഐ ഡിയില് നമുക്ക് എന്താ ഉള്ളത് നോക്കാം. അല്ല, ഇതില് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആദ്യത്തെ സിമ്പിൾ എഴുതണം കേട്ടോ, അതിവിടെ വിട്ടുപോയതാണ്. നമ്മുടെ ഗ്രാമറിന്റെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഇ ആണ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ ഇ എന്നുള്ളത് ഇവിടെ എഴുതാം. ഓക്കെ. അത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ഇയില് അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇ എന്ന് പറയുന്ന റോ, അതില് ഐ ഡി എന്ന് പറയുന്ന കോളം. ഇ എന്ന് പറയുന്നതിൽ ഐ ഡി എന്ന് പറയുന്ന കോളത്തിൽ എന്താ കിടക്കുന്നത്, ഇ ഡിറൈസ് ടി ഇ ഡാഷ് എന്നാണ് കിടക്കുന്നത്. ഇ ഡിറൈസ് ടി ഇ ഡാഷ് അത് ആക്ഷനിൽ എഴുതാം. ഓക്കെ. ഇ ഡിറൈസ് ടി ഇ ഡാഷ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടി ഇ ഡാഷിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാൻ പോവാണ്. ഈ റീപ്ലേസ് ദിസ് ഇ വിത്ത് ടി ഇ ഡാഷ്. അപ്പൊ ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇ ഡാഷ് എഴുതാം, പിന്നെ ടി എഴുതാം. നമുക്ക് ഇവിടെ കിട്ടിയ പ്രൊഡക്ഷനെ നേരെ റിവേഴ്സിൽ എഴുതാം, ഇ ഡാഷ് ടി എന്ന് എഴുതാം. അപ്പൊ ഈ ഇനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു, ഇ ഡാഷ് ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. കുറച്ചുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാം ഒന്നുകൂടി. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് മോസ്റ്റ് സിമ്പിൾ സ്റ്റാക്കിൽ ഇപ്പൊ ടി ആണുള്ളത്, ഇവിടെ നമുക്ക് ഐ ഡി തന്നെയാണ്. അപ്പൊ ടിയിൽ ഐ ഡിയിൽ എന്താ കിടക്കുന്നത് നോക്കാം. ടിയിൽ ഐ ഡിയിൽ എന്താ കിടക്കുന്നത്, ടി ഡിറൈസ് എഫ് ടി ഡാഷ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ടി ഡിറൈസ് എഫ് ടി ഡാഷ് എഴുതി. ഇനി നമുക്ക് ഈ ടീനെ റീപ്ലേസ് ചെയ്യണം. എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്, എഫ് ടി ഡാഷ് വെച്ചിട്ട് അതിന്റെ റിവേഴ്സ് വെച്ചിട്ട്. അപ്പൊ ആദ്യം ടി ഡാഷ് വരും, പിന്നെ എഫ് വരും. അപ്പൊ ഓൾറെഡി ഒരു ഇ അവിടെ ഉണ്ടായിരുന്നു, ഇ ഡാഷ് ഉണ്ടായിരുന്നു, ഇ ഡാഷ് ടി ഡാഷ് എഫ് എന്ന് വരും. ഓക്കെ. ഇനി എഫില് ഐ ഡി എന്താ നോക്കാം. എഫിൽ ഐ ഡിയിൽ എന്താ കിടക്കുന്നത്, എഫ് എന്ന് പറയുന്ന കോളത്തില് റോയില് ഐ ഡിനകത്ത് എഫ് ഡിറൈസ് ഐ ഡി എന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ എഫ് ഡിറൈസ് ഐ ഡി ഇവിടെ ആക്ഷനിൽ എഴുതാം. എന്നിട്ട് എഫിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക, ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇതിലാകെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് പിന്നെ റിവേഴ്സ് ഓർഡർ എന്ന് പറയേണ്ട ആവശ്യമില്ല, എഫിനെ നമ്മൾ ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റാക്കിന്റെ ടോപ്പിലും ഇൻപുട്ട് സിമ്പലിലും സെയിം സിമ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ രണ്ടിനും പോപ്പ് ചെയ്ത് കളയാം. ഓക്കെ. അതുവരെ പോപ്പിംഗ് ഇല്ല, ജസ്റ്റ് ഇവിടെ നിന്നുള്ള സിമ്പൽസ് വെച്ച് റീപ്ലേസിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഐ ഡിയും പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ. ഇനി ബാക്കിയുള്ളത് ടി ഡാഷ് ആണ്. ടി ഡാഷില് ഇവിടെ കിടക്കുന്നത് ബാക്കിയുള്ളത് പ്ലസ് ആണ്. അപ്പൊ ടി ഡാഷില് പ്ലസിൽ എന്താ കൊടുക്കണേ നോക്കാം. അപ്പൊ ടി ഡാഷ് ഇതാണ് ടി ഡാഷ് എന്ന് പറയുന്നത്. പ്ലസിൽ എന്താ കിടക്കുന്നത്, ടി ഡാഷ് ഡിറൈസ് എപ്സിലൺ. ഓക്കെ. അപ്പൊ ടി ഡാഷിൽ നമുക്ക് എന്താക്കാം, എപ്സിലൺ ആക്കാം. അപ്പൊ നമുക്ക് ഇനി ബാക്കി ആര് മാത്രമായി, ഇ ഡാഷ് മാത്രമായി. ഓക്കെ. ഇനി ഇ ഡാഷിലെ പ്ലസിൽ ആരാ കിടക്കണേ നോക്കാം. ഇ ഡാഷിലെ പ്ലസിൽ കിടക്കുന്നത് ഇ ഡാഷ് ഡിറൈസ് പ്ലസ് ടി ഇ ഡാഷ്. അപ്പൊ നേരെ റിവേഴ്സിൽ പോകണം കേട്ടോ. ഇ ഡാഷ് ആദ്യം വരണം, പിന്നെ ടി വരണം, പിന്നെ പ്ലസ് വരണം. അപ്പൊ നമ്മൾ ഇതേപോലെ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഇവിടെയും പ്ലസ് വന്നു, ഇവിടെയും പ്ലസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രണ്ടും സെയിം സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിനെ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കിയുള്ളത് ടിയും ഐ ഡി ആണ്. അപ്പൊ ടിയിലെ ഐ ഡി എന്താ നോക്കാം. അപ്പൊ ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരിക. അപ്പൊ ഒരെണ്ണം ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് എല്ലാം പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞ് ലാസ്റ്റ് രണ്ട് സൈഡിലും ഡോളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആക്സെപ്റ്റ് എന്ന് പറയാം. ഇനി സപ്പോസ് നമുക്ക് ഇത് ഇടയിൽ തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ഏകദേശം ഈ സ്ട്രിങ് കണ്ടറിയാലോ ഈ ഗ്രാമർ വെച്ച് അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് ഐ ഡി വിട്ടുപോയി, അതിന്റെ അർത്ഥം എന്തൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്, എറർ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷന്റെ ഫോർമാറ്റിലാണ്. ഇവിടെ ഡിവിഷൻ തന്നു, പക്ഷെ നമ്മുടെ ഗ്രാമറിൽ ഡിവിഷൻ ഇല്ല. അപ്പൊ നമുക്ക് അറിയാം എററാണ്. അങ്ങനെ അല്ലാതെ ഏത് തന്നാലും ഇതിന്റെ ഒരു ഏകദേശം ഒക്കെ എഴുതി നിർത്തിയിട്ട് ലാസ്റ്റ് ഒന്നും പറ്റിയില്ലെങ്കിൽ രണ്ട് സൈഡിലും ഡോളർ ഇട്ടിട്ട് ആക്സെപ്റ്റ് എന്നെങ്കിലും എഴുതി നിർത്താം, ഇടയിൽ വെച്ച് നിർത്തരുത്. ഓക്കെ. ഇതൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാം. താങ്ക് യു.